എനിക്കത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടാണ് തോന്നിയത്. ഒരു കപ്പിള്, അവൾക്ക് PCOD ഉണ്ട്, ഹസ്ബൻഡ് 4 മാസത്തെ ലീവിന് വന്നത്. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ കുട്ടിക്ക് മെൻസ്ട്രൽ സൈക്കിളൊക്കെ റെഗുലറാണ്. അപ്പോൾ അവർ തന്നെ ഓവുലേഷനൊക്കെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് ഓവുലേഷൻ നടക്കുന്ന ആ ഒരു ദിവസം വരെ, അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 13-14 ദിവസം അവർ ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുക. അതായത് PCOD ഉണ്ടല്ലോ, അപ്പോൾ ഭയങ്കര എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക. ആ ഒരു ഓവുലേഷൻ അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ദിവസം സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടാവുക. അതിനുശേഷം ഒന്നുകിൽ ഈ ഹസ്ബൻഡ് അവരുടെ വൈഫിൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കി കൊടുക്കും. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ്, ഒരു എക്സസൈസോ അല്ലെങ്കിൽ ചെറിയ ബോഡി മൂവ്മെൻറ്റ്സ് പോലും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്റ്റ് അഥവാ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ വീട്ടുകാരും ഭയങ്കര സപ്പോർട്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഓവുലേഷന് മുമ്പ് ഭയങ്കരമായിട്ട് എക്സസൈസ്, ഓവുലേഷനും അതിന് ശേഷവും തീരെ എക്സസൈസ് ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്റ്റ്, ഇങ്ങനെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ യാതൊരു ആവശ്യമില്ല. നമ്മളെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റും ഭയങ്കരമായിട്ട് ഇതിനെ എക്സ്പെക്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ സ്ട്രെസ്സ് കൂട്ടുക ചെയ്യാം. ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ അതുപോലെ തന്നെ ചെയ്യാം. ഓവുലേഷൻ സമയത്തും അതിന് ശേഷമുള്ള സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള എക്സസൈസുകൾ അതിന് മുമ്പ് ചെയ്യാൻ പാടില്ല, ശേഷം ചെയ്യാൻ പാടില്ല.